അപ്പോൾ ഇന്നത്തെ വീഡിയോ എഗ് വിപ്പിംഗ് വീഡിയോ ആയിരുന്നു ഞാനിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് കറക്റ്റായിട്ട് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി ആരും പറഞ്ഞില്ല. എല്ലാവരും കേക്ക് പറഞ്ഞു, ഫ്ലഫി ഓംലെറ്റ് പറഞ്ഞു, പിന്നെന്താ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, കുക്കീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല, ഇത് ഞാനൊരു സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് എന്തായാലും ഞായറാഴ്ചയാണല്ലേ, ഞായറാഴ്ച എല്ലാവരും വീട്ടിലാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ പറയില്ല, ഇപ്പം കണ്ടിട്ട് അടുത്ത ആഴ്ച ട്രൈ ചെയ്യാം. കാരണം കുറച്ച് സാധനങ്ങൾ നമ്മൾ വീട്ടിലില്ലാത്ത സാധനങ്ങളും കുറച്ച് നമ്മൾ സാധാരണ ഉണ്ടാവാത്ത സാധനങ്ങളും നമുക്ക് കുറച്ച് വാങ്ങേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ട്. അപ്പം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഡെസേർട്ട് ഐറ്റം എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കുന്നത് പായസം അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സ്വീറ്റ് അങ്ങനെയൊന്നുമല്ല. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് മൂസ് ആണ്. മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ, പക്ഷെ ഐസ്ക്രീമിൻ്റെ അത്രയും കട്ടി ഉണ്ടാവില്ല, അത് തീരെ ലൂസും അല്ല, ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് മൂസാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി എഗ്ഗ് വിസ്ക് ചെയ്തത്. എൻ്റെ വിസ്കർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വിപ്പർ ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ഹാൻഡ് മിക്സർ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഞാൻ ട്രൈ ചെയ്ത് ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. റെസിപ്പി ട്രൈ ചെയ്ത് അതിൻ്റെ ഔട്ട്കം ഒരുപാട് നല്ലതായിരുന്നു. എല്ലാവർക്കും ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ കൊടുത്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഐസ്ക്രീമിനേക്കാൾ കുറച്ചും കൂടി ക്രീമി ടെക്സ്ചറുള്ള ഒരു മൂസ് ഐറ്റം, ഒരു ഐറ്റമാണ് ഈ മൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് എനിക്ക് ഫേവറേറ്റ് ആണ്. അത് കാരണം ഞാൻ ചോക്ലേറ്റ് മൂസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. പല ടൈപ്പിലുള്ള മൂസ് ഐറ്റംസ് ഉണ്ട്, അതായത് വാനില മൂസ് ഉണ്ട്, മാംഗോ മൂസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ചോക്ലേറ്റ് മൂസാണ്. ചോക്ലേറ്റ് മൂസിനായിട്ട് മെയിനായിട്ട് എപ്പോഴും നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ എപ്പോഴും എടുക്കുക. പക്ഷേ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് തപ്പിയിട്ട് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എടുത്തത് ഡയറി മിൽക്കാണ്. അപ്പം നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് എന്തിനാ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ചോക്ലേറ്റ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം എടുത്താൽ മതി, ഡയറി മിൽക്ക് എടുക്കണം ഞാൻ റെക്കമെൻഡ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് ടേസ്റ്റിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ചും കൂടി ഒരു ചോക്ലേറ്റ് ഫ്ലേവർ വരുന്നത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇടുമ്പോഴായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കണേന്നുള്ള വീഡിയോ കാണാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ചോക്ലേറ്റ് മൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു നല്ല ഡെസേർട്ട് ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ്, അതായത് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് തപ്പിയിട്ട് കിട്ടിയില്ല, സോ ഞാൻ ഡയറി മിൽക്ക് എടുത്തു. ഇത് ഒരു എത്ര ഗ്രാമാണ്? 150 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഒരു 150 ഗ്രാം ചോക്ലേറ്റ് എടുക്കുക. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ വേണം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രഷ് ക്രീം ഒരു 100 ml. ഇതൊരു 200 ml പാക്കറ്റാണ്, അല്ലെങ്കിൽ ഞാൻ പകുതി എടുക്കുള്ളൂ, 100 ml എടുക്കുള്ളൂ. പിന്നെ 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കണം. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഇന്നത്തെ ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് വൈറ്റ്സിന് ബീറ്റ് ചെയ്യാണ്. എഗ് വൈറ്റ്സ് എങ്ങനെയാണ് മാനുവലി നമ്മൾ ബ്ലെൻഡർ ഇല്ലാണ്ട് ബീറ്റ് ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ ചാലഞ്ച് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫോളോ ചെയ്താൽ മതി. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഈ വീഡിയോൻ്റെ മുകളിൽ എന്ന് പറയുന്ന ഇൻഫർമേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്യാന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിലത്തെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. എൻ്റെ കയ്യിൽ ബീറ്റർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊരു ചലഞ്ച് വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ടല്ലോ, അത് നന്നായി പൊടിച്ച് അതുമായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ ഫസ്റ്റ് അതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എഗ് വൈറ്റ്സ് ഇവിടെ ഫോം ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇടുകയാണ്. ഇനി അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം. ചോക്ലേറ്റ് ഡയറക്റ്റ് മെൽറ്റ് ചെയ്യരുത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം എടുത്ത പാത്രത്തിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ച് ചോക്ലേറ്റ് അതിലേക്ക് ഇടുക.
ചോക്ലേറ്റും ബട്ടറും കൂടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ഗ്യാസിൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾ ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത് അതേ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാ നമ്മുടെ ചോക്ലേറ്റ് ബട്ടറും കൂടി നല്ലപോലെ മെൽറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിത് നല്ലപോലെ മെൽറ്റായി, അതായത് ആ കട്ടകളൊക്കെ നല്ലപോലെ അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ പഞ്ചസാര പൊടിച്ച മിക്സിയാണ്. അപ്പം ഞാനത് ഇതിലേക്ക് തന്നെയാണ് നമ്മുടെ ഒരു അതായത് 100 ml ഫ്രഷ് ക്രീം ഒഴിക്കണം കേട്ടോ. ഫ്രഷ് ക്രീം എന്തിനാണ് ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തിക്കൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഫ്രഷ് ക്രീമാണ്, നല്ലപോലെ തിക്കാണ്, എന്നാലും ഞാൻ ഒന്നും കൂടി അത് മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എഗ്ഗും ഷുഗറും മിക്സ് ചെയ്ത് വെച്ച ഇതിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യുക. പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കണ നമ്മുടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ എഗ് വൈറ്റ്സ്, ആ 3 മുട്ട നേരത്തെ എടുത്തിട്ടുണ്ടായില്ലേ, എഗ് വൈറ്റ്സ് വിസ്ക് ചെയ്തപ്പം അതിൻ്റെ ബാക്കി യെല്ലോ ആണ് ഇത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. എനിക്ക് കുറച്ചും കൂടി ഡാർക്ക് ചോക്ലേറ്റ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്യണേ. ഇത് വാനില എസൻസ് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇനി വിസ്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്താ ഇവിടെ നല്ല പഞ്ഞിയുള്ള ഗ്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് ഞാൻ മൂസ് ഒഴിച്ച് വെക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്യണം. മിനിമം 8 hours ആണ് വെക്കേണ്ടത്. ഇത് ഉണ്ടാക്കിയിട്ട് എത്ര സമയം എടുത്തു ഇത് സെറ്റ് ആവാൻ എന്നുള്ളത് റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം, ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ പറയാം കേട്ടോ. ഞാൻ എന്താ നമ്മുടെ മൂസിൻ്റെ ബാറ്റർ 4 ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റ് ചെയ്യട്ടെ. എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര സമയം എടുത്തു, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പം ഞാൻ ഒരു 8 മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഐസ്ക്രീമിനേക്കാൾ കുറച്ചും കൂടി നല്ല ഫ്ലേവർഫുൾ, നല്ലൊരു ക്രീമി ടെക്സ്ചർ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നോട് പറയണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.